വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 13-ാമത്തെ വാക്യം കൂടെ. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സ് അലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരാ എഴുന്നേൽക്കുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. മതി. അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാവിലെ ഞാൻ വേദപുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു ദൈവനിയോഗമാണ് ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-ഉം അതുപോലെ തന്നെ അതിൻ്റെ 20-ഉം വാക്യങ്ങൾ. ആ വാക്യത്തിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ചില ദൈവിക ദൂതുകൾ നമുക്ക് കൈമാറാൻ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ഒരു ദൈവവചന ശുശ്രൂഷയിൽ ഒരു അനുഗ്രഹം അനുഭവിക്കാനുള്ള താല്പര്യത്തോടെ നാം ദൈവസന്നിധി ഇരിക്കുമ്പോഴാണ് ദൈവം നമ്മളോട് കൃത്യമായി സംസാരിക്കുന്നത്. നമുക്കറിയാം, സുവിശേഷങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ അടങ്ങുന്ന 4 സുവിശേഷങ്ങൾക്കകത്ത് യേശുക്രിസ്തുവിൻ്റെ ജനന, പ്രവൃത്തി, മരണ, പുനരുത്ഥാനത്തെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങളാണ് സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. സുവിശേഷം എന്നത് തന്നെ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവാകുന്നു സുവിശേഷം എന്ന വേദപുസ്തകത്തിൽ കാണുന്നു. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ പറ്റി പറയുന്ന ഭാഗമാണ് സുവിശേഷം, സദ്വാർത്ത, നല്ല വാർത്ത, സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷങ്ങളിൽ ആ 4 സുവിശേഷങ്ങളും 4 ശിഷ്യന്മാരാൽ എഴുതപ്പെട്ട സുവിശേഷമാണ്. മത്തായിയെ കൊണ്ടും മർക്കോസിനെ കൊണ്ടും ലൂക്കോസിനെ കൊണ്ടും യോഹന്നാനെ കൊണ്ടും എഴുതപ്പെട്ടിരിക്കുന്ന സുവിശേഷം. യേശുവിനെ തൊട്ടറിഞ്ഞവർ, യേശുവിനെ കണ്ടറിഞ്ഞവർ, യോഹന്നാൻ അത് വ്യക്തമാക്കിയിട്ടുണ്ട്, ഞങ്ങൾ അവനെ അനുഭവിച്ചവരാണ്. യോഹന്നാൻ പറയും, ഞങ്ങൾ അവനെ തൊട്ടു, ഞങ്ങളവനെ സ്പർശിച്ചു, ഞങ്ങൾ രുചിച്ചു. ആമേ, അനുഭവിച്ചറിഞ്ഞവരാണ് ഈ ശിഷ്യന്മാർ എന്ന് പറയും. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ പരസ്യകാല ശുശ്രൂഷയിൽ 3.5 തിരുവർഷം കർത്താവിൻ്റെ കൂടെ ഏത് പകലും രാത്രിയിലും ഇരുന്ന ശിഷ്യന്മാരാണ് യോഹന്നാൻ ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർ. എന്നാൽ യേശു കർത്താവിന് 120 ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിൽ നിന്നും 12 ശിഷ്യന്മാരെ ദൈവം വേർതിരിച്ചു. അതിൽ നിന്ന് 7 ശിഷ്യന്മാരെ ദൈവം വേർതിരിച്ചു. അതിൽ നിന്ന് 3 ശിഷ്യന്മാരെ ദൈവം വേർതിരിച്ചു. ഈ 3 ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ ഏത് സമയവും ഒപ്പം നടക്കുന്ന ശിഷ്യന്മാരായിരുന്നു ഈ 3 ശിഷ്യന്മാർ. അവസാന നാളിൽ ഗദസമനയിൽ പ്രാർത്ഥിക്കാൻ കടന്നു പോകുമ്പോൾ ഈ 3 ശിഷ്യന്മാരും യേശുവിൻ്റെ ഒപ്പം പ്രാർത്ഥനയിൽ പങ്കാളിത്തം വഹിച്ചവരാണ്. പക്ഷെ അവർ അൻപിൻപാട് ദൂരത്തിരുന്ന് ഉറങ്ങുകയായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. എങ്കിലും യേശുക്രിസ്തുവിൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ മലയിൽ കയറിപ്പോയവരാണ് 3 ശിഷ്യന്മാരും. അവസാന സമയം യൂദാസിൻ്റെ നേതൃത്വത്തിലുള്ളവർ യേശുവിനെ ഒരു കള്ളനെ പോലെ കയ്യിൽ വിലങ്ങിട്ട് പിടിച്ചുകൊണ്ട് പോകുവാൻ തുടങ്ങുമ്പോൾ പോവാണോ കള്ളനെ പിടിച്ചു കൊണ്ടുപോകാൻ പോകുമ്പോൾ നോക്കുക, ഈ യേശുവിൻ്റെ കൂടെ നടന്ന ഒരാളായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാരിൽ 3 പേരും. അങ്ങനെയെങ്കിൽ ആ 3 പേര് പറഞ്ഞ പദമാണ്, ഞങ്ങൾ അവനെ തൊട്ടു. 2025 കർത്താവിനെ തൊട്ട് സ്പർശിക്കുന്ന, തൊടുന്ന, കൂടെ ഇരിക്കുന്ന, സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ദിവസമാക്കി ദൈവം നമ്മെ തീർക്കേണ്ടതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിന് കരമുയർത്തി സ്തോത്രം ചെയ്തേ. എല്ലാവരും ദൈവത്തിന് ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ എത്ര പേർക്ക് വിശ്വാസവും ആഗ്രഹവുമുണ്ട്? ഈ വർഷം എൻ്റെ കർത്താവിനെ എനിക്കൊന്ന് തൊടണം, ഈ വർഷം കർത്താവിനെ എനിക്കൊന്ന് സ്പർശിക്കണോ, ഈ വർഷം കർത്താവിൻ്റെ സ്നേഹം എനിക്കൊന്ന് തിരിച്ചറിയണോ, ഈ വർഷം കർത്താവിൻ്റെ കൂടെ എനിക്കൊന്ന് ഇരിക്കണോ, ഈ വർഷം കർത്താവിൻ്റെ ആ ശബ്ദം എനിക്കൊന്ന് കേൾക്കണോ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ എൻ്റെ കർത്താവിൻ്റെ കരം ഉയർത്തി സ്തോത്രം ചെയ്യുകയാണ്.
ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ പരസ്യകാല ശുശ്രൂഷയിൽ അനവധി പ്രിയപ്പെട്ടവരെ യേശു സൗഖ്യമാക്കിയിട്ടുണ്ട്. അനവധി പ്രിയപ്പെട്ടവരെ യേശു ഉയർപ്പിച്ചിട്ടുണ്ട് മരണത്തിൽ നിന്ന്. യേശു അനേക കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. കൂട്ടത്തോടെ വന്ന 10 കുഷ്ഠരോഗികളെയും യേശു സൗഖ്യമാക്കി. നോക്കുക, ലാസറിനെ യേശു ഉയർപ്പിച്ചു. നോക്കുക, യായിറോസിൻ്റെ വീട്ടിൽ രോഗാവസ്ഥയിൽ കഴിഞ്ഞ കുഞ്ഞ് മരിച്ചു പോയപ്പോൾ ആ കുട്ടിയെ യേശു എന്ത് ചെയ്തു? സൗഖ്യമാക്കി. ഇവിടെ നാം വായിച്ചത് നൈൻ എന്ന് പറയുന്ന പട്ടണത്തിൽ യേശു ചെയ്ത ഒരു മിറക്കിളിനെ കുറിച്ചാണ്. യേശു നൈൻ എന്ന പട്ടണത്തിൽ കൂടെ എന്ന് പറഞ്ഞാൽ ഏകദേശം നസ്രയത്തിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അല്ലെങ്കിൽ മൈലുകൾ ദൂരമുള്ള ഒരു കിഴക്ക് പടിഞ്ഞാറ് സ്ഥലങ്ങളിൽ വിസ്തരിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് ശമരിയ പട്ടണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ നൈൻ പട്ടണം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, നസ്രയത്തിൻ്റെ അടുത്തുള്ള കിഴക്ക് വടക്ക് പ്രദേശങ്ങളിൽ കഴിയുന്ന ഒരു ദേശമാണ് നൈൻ പട്ടണം എന്നത്. ഈ നൈൻ പട്ടണത്തിൽ വെച്ച് യേശു ചെയ്യുന്ന ഒരു അത്ഭുത പ്രവർത്തികളെ കുറിച്ചാണ് കാണുന്നത്. അതിൻ്റെ തലേ ദിവസം ശതാധിപനായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ബാല്യക്കാരനെ യേശു സൗഖ്യമാക്കിയത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തലേ പട്ടണത്തിൽ നോക്കുക, ശതാധിപൻ്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കി ഏതാണ്ട് 10 മൈലുകൾ യേശുവും ശിഷ്യന്മാരും നടന്ന് ഈ നൈൻ പട്ടണത്തിലേക്ക് വരികയാണ്. ഈ നൈൻ പട്ടണത്തിലേക്ക് വരുമ്പോഴാണ്, ഈ നൈൻ പട്ടണം ക്രോസ് ചെയ്യുമ്പോഴാണ് യേശു ഒരു കാഴ്ച കാണുന്നത്. ഒരു വലിയ പുരുഷാരം ആ റോഡരികിൽ കൂടെ കടന്നു വരുന്നു. യേശു ആ പുരുഷാരത്തെ നോക്കുമ്പോൾ കണ്ടത്, ആ റോഡരികിൽ കൂടെ കടന്നു വരുന്ന പുരുഷാരത്തിൻ്റെ മുമ്പിൽ ഒരു മഞ്ചം 4 പേർ ചുമന്നുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അതിൻ്റെ പുറകിൽ ജനം ഇങ്ങനെ ആരവാരത്തോടും വേദനയോടും വിഷമത്തോടും കൂടെ കടന്നു വരുന്നു. യേശു ആ പുരുഷാരത്തിൻ്റെ ഇടയിലേക്ക് നോക്കിയപ്പോൾ ഒരു സ്ത്രീ, ഒരു സാധുവായ സ്ത്രീ 4 ആൾ ചുമന്നുകൊണ്ട് അവളെ താങ്ങി പിടിച്ചുകൊണ്ട് അവളിങ്ങനെ കടന്നു വരികയാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, വായിച്ച വാക്യത്തിൽ നമ്മൾ കണ്ടത്, യേശു അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് മനസ്സ് അലിഞ്ഞു, എന്നിട്ട് കരയണ്ട എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? യേശു അവളെ കണ്ട് മനസ്സലിഞ്ഞു. ഇന്ന് രാവിലെ ദൈവാത്മാവി ഞാൻ പറയാ, 2025 ആദ്യത്തെ ഞായറാഴ്ച ആരാധനയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളെ കണ്ട് മനസ്സലിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് സ്വർഗത്തിൽ. നിങ്ങളെ കണ്ട് മനസ്സലിയുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളെ കണ്ട് മനസ്സലിയുന്ന ദൈവമുണ്ട്. നിങ്ങളുടെ സാഹചര്യങ്ങളെ കണ്ട്, നിങ്ങളുടെ അവസ്ഥകളെ കണ്ട്, നിങ്ങളുടെ വേദനകളെ കണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പരിതാപകരമായ അവസ്ഥകളെ കണ്ട്, നിങ്ങളുടെ ശരീരത്തിലെ രോഗാവസ്ഥ കണ്ട്, നിന്റെ പെൺകുഞ്ഞിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ്, നിന്റെ വസ്തുവിൻ്റെ വിഷയങ്ങൾ മനസ്സിലാക്കി, നിന്റെ കുടുംബജീവിതത്തിലെ വേദനകളും നൊമ്പരങ്ങളും മനസ്സിലാക്കി മനസ്സലിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ മനസ്സലിയുക മാത്രമല്ല, യേശു അടുത്ത സ്റ്റെപ്പ് ആ സ്ത്രീയോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, കരയണ്ട. നോക്കിക്കേ, മൃദുവായ ഒരു സ്വരം ആ മകള് കേൾക്കുകയാണ്, കരയണ്ട. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഇവളെക്കുറിച്ച് 27-ാമത്തെ വാക്യത്തിൽ 12-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഇങ്ങനെയാണ്, അവളൊരു വിധവയായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഭർത്താവ് ഇതിനു മുമ്പേ മരിച്ചവളായിരുന്നു. അതുകൊണ്ട് അവൾ വിധവയായിരുന്നു. പിന്നെ അവൾക്കുണ്ടായിരുന്നത് ഏക ആശ്രയമായ ഒരു മകനായിരുന്നു. ആ മകനാണ് ഇപ്പം മഞ്ചത്തിൽ കിടക്കുന്നത്. അവൻ്റെ അപ്പൻ്റെ കാലത്തിന് ശേഷം അവനും ആ മഞ്ചത്തിൽ കൂടെ യാത്ര ചെയ്യുക. നമുക്കറിയാം, വീടുകളിൽ മരണം സംഭവിക്കുമ്പോൾ ആ വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ടവർ നെടുവീർപ്പിട്ട് കരയും, അല്ലേ? ഹല്ലേലൂയ. നോക്കുക, മരണം യാഥാർത്ഥ്യമാണ്. മരണം സംഭവിക്കുന്ന വീട്ടിൽ ഭർത്താവ് മരിക്കുന്നെങ്കിൽ ഭാര്യ അലമുറയിട്ട് കരയും, ഭാര്യയിൽ കുഞ്ഞുങ്ങൾ കരയും. അപ്പോൾ നോക്കിക്കേ, ഈ കരയുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും വന്ന് പറയുന്നൊരു കാര്യമാണ്, കരയണ്ട മോളെ, കരയണ്ടടി, അല്ലെ കരയണ്ട മോനെ, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാറുണ്ട്. അത് മരണ വീട്ടിൽ കേൾക്കുന്ന ഒരു ആശ്വാസം
ആശ്വാസ വാക്കാണ് കരയണ്ട എന്നുള്ളത്. പക്ഷെ ആരൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ സഹോദരിയോട് കരയണ്ട എന്ന് പറഞ്ഞെങ്കിലും ആ കരയണ്ട എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് അവിടെ അതിൻ്റെ പ്രസക്തി അവസാനിക്കുകയാണ്. പക്ഷേ സമയങ്ങൾ കഴിഞ്ഞപ്പോൾ വഴിയരികിൽ നിന്നുകൊണ്ട് ഒരുവൻ പറയുകയാണ്, കരയണ്ട എന്ന്. സ്തോത്രം. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി നീ സഞ്ചരിക്കുന്ന വഴിയരികിൽ എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു കൊണ്ട് പറയുകയാ. വീട്ടിൽ കേൾക്കാത്ത സ്വാന്തന വാക്ക്, ആമേൻ, ഹല്ലേലൂയ. നോക്കുക, നിനക്ക് ഇന്നു പകൽ ആലയത്തിൽ വെച്ച് ദൈവം തരികയാ. എന്താണ് ദൈവം നിന്നോട് പറയുന്നത്? കരയണ്ട. 2025 ചിലതിനെ നോക്കി പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിക്കുകയാ. കരയണ്ട. ഇന്നലകളിൽ കരഞ്ഞ വിഷയത്തിൽ ഇനിയും നീ കരയണ്ട. ഇന്നലകളിൽ ഭാരപ്പെട്ട വിഷയത്തിൽ ഇനിയും നീ ഭാരപ്പെടേണ്ട. മക്കളെ ഓർത്ത്, അവരുടെ തലമുറയോർത്ത്, ജോലിയോർത്ത്, കുടുംബജീവിതത്തെ ഓർത്ത്, നിന്റെ ഞെരുക്കത്തെ ഓർത്ത്, നീ അനുഭവിക്കുന്ന വേദനകളെ ഓർത്ത്, നിന്റെ ഉറക്കത്തെ കെടുത്തുന്ന വിഷയങ്ങളെ ഓർത്ത് പലപ്പോഴും നീ കരഞ്ഞു മടുത്ത ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ സഭയെ നോക്കി, ഓൺലൈനിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കി, ഈ ഒന്നാമത്തെ ദിവസം ഞായറാഴ്ച ഈ പുതുവർഷത്തിൽ ദൈവാത്മാവ് ആരെയോ തോളി തട്ടിപ്പറയുന്നു, കരയണ്ട, കരയണ്ട. മനസ്സലിയുന്ന ദൈവം പറയുന്നു, ആമേൻ. ദൈവം നിന്റെ സ്ഥിതി കണ്ട് മനസ്സലിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൈവം നിന്നോട് പറയുകയാണ്, മനസ്സലിഞ്ഞ കർത്താവ് പറയുക, കരയണ്ട, നിന്റെ കണ്ണുനീരിന് മറുപടിയുണ്ട്. ഇന്ന് പകൽ എത്ര പേരുടെ കൂടെയുണ്ട്? അവർ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇരിക്കുന്ന ഇരിപ്പിടത്തിരുന്ന് കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇന്ന് പകൽ മൃദുവായൊരു ശബ്ദം, ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് പകൽ ചിലതിനെ പരിശുദ്ധാത്മാവ് കേൾപ്പിച്ചുകൊണ്ട് പറയുകയാ, ഭയപ്പെടേണ്ട, കരയണ്ട. മനസ്സലിയുന്നൊരു ദൈവം നിനക്കുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ കരുതൽ നിനക്കുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം നിനക്കുണ്ട്. ദൈവത്തിൻ്റെ കരം നിനക്കുണ്ട്. അതുകൊണ്ട് നീ ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിൽ വായിക്കുകയാണ്, യേശു മനസ്സലിഞ്ഞു. ആമേൻ. യേശു മനസ്സലിഞ്ഞു. എന്നിട്ട് യേശു പറയുകയാണ്, ആമേ, കരയണ്ട എന്ന് പറഞ്ഞ് അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു. സ്തോത്രം. എവിടെയാ തൊട്ടെ? മഞ്ചം തൊട്ടു. വാസ്തവത്തിൽ മഞ്ചത്തെയാണോ തൊടണ്ടേ? സ്തോത്രം. മഞ്ചത്തെ അല്ല തൊടേണ്ടേ. തൊടേണ്ടത് മഞ്ചത്തിനകത്ത് കിടക്കുന്ന ബാലനെയാ തൊടേണ്ടേ. സ്തോത്രം. നോക്കിക്കേ, ഒരമ്മ കരഞ്ഞുകൊണ്ട് വരികയാ. ഏകയാശ്രയമെന്ന് തോന്നിയ മകൻ മരിച്ചു. അപ്പന് ശേഷം അല്ലെങ്കിൽ ഭർത്താവിന് ശേഷം ആ മഞ്ചത്തിനകത്ത് തൻ്റെ മകനും അകപ്പെട്ടു. ഒന്ന് മാറിയപ്പോൾ മറ്റൊന്ന്. ഭാര്യ ഓർത്തു, ഇനി എന്നെ കുഞ്ഞുണ്ട്, അവനൊന്ന് കൈവച്ച് വളർന്ന് കാല് വളർന്ന് ഒരു പുഷ്ടി പ്രാപിച്ച് കഴിയുമ്പോൾ എൻ്റെ സ്ഥിതി എന്തു ചെയ്യും? മാറുമെന്ന്. പക്ഷെ പ്രതീക്ഷയ്ക്കപ്പുറമായി ആ മകനും അതേ മഞ്ചത്തിൽ കയറി ആമേൻ ഇങ്ങനെ വരുമ്പോൾ യേശു തൊട്ടത് എവിടെയാ? മഞ്ചത്തെയാണ്. ഇന്ന് പകൽ ഞാൻ ദൂത് പറയട്ടെ, യേശുവിനറിയാം എവിടെ തൊടണമെന്ന്. അമ്മേ, യേശു മഞ്ചത്തെ തൊട്ടു. അമ്മേ, യായിറോസിന്റെ വീട്ടിൽ യേശു ചെന്നിട്ട് ബാലയുടെ കൈക്കാ പിടിച്ചത്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ലാസറിന്റെ കല്ലറയിൽ ചെന്നിട്ട് ലാസറേന്ന് വിളിച്ചവനെ വിളിച്ചു വേർതിരിച്ചു. നോക്കിക്കേ, ലാസറിനെ വിളിച്ചു, പേര് വിളിച്ചു പുറത്തു കൊണ്ടുവന്നു. അമ്മേ, കല്ലറയെ പോയി തൊട്ടെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ലാസറിനെ വിളിച്ചു പുറത്തു കൊണ്ടുവന്നു എന്നാ. അമ്മേ, യായിറോസിന്റെ വീട്ടിൽ ബാലെ എഴുന്നേൽപ്പിച്ചു. തബിത ഖുവി എന്ന് പറഞ്ഞ് ബാലെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവൻ്റെ അമ്മാപ്പന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് വായിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത നോക്കിയേ, ബാലനെ അവൻ തൊട്ടില്ല, ബാലനെ അവൻ നോക്കിയില്ല. അവൻ തൊട്ടത് ആരെയാണെന്നറിയാമോ? ആമേ, മഞ്ചത്തെയാണ് എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ഈ മഞ്ചം ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിൽ വന്നതാ. അതിന് ശേഷം അടുത്ത ആളിനെ ഈ മഞ്ചം ചുമന്നുകൊണ്ട് പോകുകയാ. എന്നാൽ യേശുവിന് മനസ്സിലായി, ഈ മഞ്ചം ഇനി ഈ വീട്ടിൽ വരാൻ പാടില്ല, ഈ മഞ്ചം ഇനി ഈ വീട്ടിൽ വരാൻ പാടില്ല. ഇതാണ് ഈ വീടിനെ കരയിപ്പിക്കുന്നത്. അടുത്ത ആളിനെ ഈ മഞ്ചത്തിൽ വെക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ആ പിശാചിന്റെ ബന്ധനത്തെ യേശു ശാസിക്കുകയായിരുന്നു. ഇന്ന് പകൽക്കാലം 2024 നിന്റെ ജീവിതത്തിൽ പൊങ്ങി വന്ന വിഷയങ്ങളെ എൻ്റെ
എൻ്റെ കർത്താവ് തൊട്ട് നിന്നെ വിടുവിക്കുന്ന, നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു പകലാണെന്ന് ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ ദൂത് കൈമാറുകയാ. മഞ്ചത്തെ യേശു തൊട്ടു. യേശു മനസ്സലിഞ്ഞാൽ, ആമേൻ, പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാവി പറയാ, നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. യേശു മനസ്സലിഞ്ഞാൽ യേശുവിനറിയാം എവിടെ തൊടണമെന്ന്. ആമേൻ. വചനത്തിൽ വായിക്കുന്നു, യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരും സൗഖ്യമായി. രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിനെ എന്ത് ചെയ്തു? തൊട്ടു. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലേൽ എന്ത് ചെയ്തു? തൊട്ടു, സൗഖ്യമായി. സ്തോത്രം. ഇവിടെ ഇതാ മഞ്ചത്തേൽ യേശു തൊട്ടു. അവിടെ കുടുംബത്തിൽ ശാപമായി നിന്ന ആ സാധനത്തെ യേശു ഒന്ന് തൊടുകയാ. നിന്റെ വീട്ടിൽ ശാപമായി നിൽക്കുന്ന വിഷയത്തെ യേശു ഒന്ന് തൊടുകയാ. ഹല്ലേലൂയ. തലമുറ ജനിക്കാതെ, കുടുംബത്തിൽ നന്മയുണ്ടാകാതെ, ജോലി നേടാതെ, സ്വസ്ഥത കിട്ടാതെ നിന്നോട് പോരാടുന്ന ചില മഞ്ചങ്ങൾ ഇന്ന് പകൽക്കാലം യേശു തൊടുകയാ. അത് വിശ്വസിക്കുന്നെങ്കിൽ കരമുയർത്തി ഹല്ലേലൂയ ശക്തിയോടെ കർത്താവിനെ സ്തുതിക്ക്. യേശു ചിലതിനെ തൊടുന്നു. യേശു ചില മേഖലകളെ തൊടുന്നു. യേശു ചില സാഹചര്യങ്ങളെ തൊടുന്നു. യേശു ചില അവസ്ഥകളെ തൊടുന്നു. ഇന്ന് പകൽക്കാലം യേശു നിന്നെ തൊടുമ്പോൾ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയാ. ഹല്ലേലൂയ. യേശു നിങ്ങളെ തൊടും. ആമേൻ. ഇവിടെ യേശു എന്ത് ചെയ്തു? മനസ്സലിഞ്ഞു. കാരണം ലൂക്കോസിൻ്റെ സുവിശേഷം എടുത്ത് 6-ാം അധ്യായത്തിൽ അതിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ യേശുവിനെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. യേശു എന്തുകൊണ്ടാണ് മനസ്സലിഞ്ഞതെന്ന്. ആമേൻ. 6-ാം അധ്യായ വാക്യം 36. നിങ്ങളുടെ പിതാവ് മനസ്സുള്ളവൻ ആകുന്നത് പോലെ. നോക്കിക്കേ, നിങ്ങളുടെ പിതാവ് മനസ്സുള്ളവൻ ആകുന്നത് പോലെ നിങ്ങളും മനസ്സുള്ളവർ ആകുവിൻ. ആമേൻ. ആമേൻ. വിധിക്കരുത്, എന്നാ നിങ്ങളെ വാക്യം ആദ്യം മുതൽ വായിക്കേ. 36-ാം വാക്യം. അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിയുള്ളവനാകുന്നത് പോലെ. അപ്പൊ നോക്കിയേ, നമ്മുടെ കർത്താവ് ആരാ? ആന്റി? നമ്മുടെ കർത്താവ് ആരാച്ചാ? മനസ്സലിയുന്നവനാകുന്നത് പോലെ. ഹല്ലേലൂയ. അപ്പൊ നയിലെ വിധവയുടെ മുമ്പിൽ വന്ന് യേശു മനസ്സലിയാൻ കാരണം യേശു ആരാ? മനസ്സലിയുന്നവനാണ്. അപ്പൊ നമ്മൾ ദൈവസന്നിധി കരഞ്ഞാൽ നമ്മുടെ ദൈവം എന്ത് ചെയ്യും? മുഖം വീർപ്പിച്ചിരിക്കുവോ? ഹല്ലേലൂയ. നമ്മൾ മുട്ടുമടക്കി ദൈവസന്നിധി, നമ്മുടെ വീടിനകത്ത് പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ദൈവം ഇങ്ങനെ കോപിച്ച് നമ്മുടെ കാരണവന്മാർ ഇരിക്കുന്നവർക്ക് ഇരിക്കുവോ? ഇല്ല. നമ്മുടെ ദൈവം നമ്മോട് എന്ത് ചെയ്യും? മനസ്സലിയും. ഒരാമയും പറഞ്ഞാട്ടെ. യേശു മനസ്സലിയും. ഇന്ന് രാവിലെ ചിലതിനെ നോക്കി ഞാൻ ദൂത് പറയുക, നിങ്ങളുടെ വിഷയത്തിൽ യേശു മനസ്സലിയാൻ പോവാ. ഒന്ന് സ്തോത്രം പറ. യേശു നിങ്ങളുടെ വിഷയത്തിൽ മനസ്സലിയാൻ പോവാ. ഈ 2025 എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ തലമുറയെ നോക്കി കർത്താവ് മനസ്സലിയും. ഹല്ലേലൂയ. നിങ്ങളുടെ ഉദരഫലത്തെ നോക്കി കർത്താവ് മനസ്സലിയോ. നിങ്ങൾ ഗർഭപാത്രത്തെ നോക്കി കർത്താവ് മനസ്സലിയോ. 2025 നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജോലിയെ നോക്കി കർത്താവ് മനസ്സലിയോ. 2025 നിങ്ങളുടെ കുടുംബജീവിതത്തെ നോക്കി കർത്താവ് മനസ്സലിയോ. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ചുമ്മിക്കൊണ്ട് നടന്ന നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തെ നോക്കി എൻ്റെ കർത്താവ് ഈ വർഷം മനസ്സലിയോ. വിശ്വസിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുകയാ, അധികം ദൂരം ഇളച്ച് കിട്ടുന്നവർ ഭാഗ്യവാന്മാരാണെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, നാളുകൾ കൊണ്ട് നിങ്ങൾ ആരോടും പറയാതെ നിങ്ങൾ കരഞ്ഞുകൊണ്ട് നടക്കുന്ന വിഷയത്തിൻ്റെ മേൽ, അത് വസ്തു വിൽക്കുന്ന കാര്യമാകാം, കുഞ്ഞുങ്ങളിൽ ജനിക്കുന്ന കാര്യമാകാം, വീട് പണിയുന്ന കാര്യമാകാം, ഭാര്യയും ഭർത്താവ് ഒന്നിക്കുന്ന കാര്യമാകാം, ഡിവോഴ്സ് വഴിമാറുന്ന കാര്യമാകാം, സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന കാര്യമാകാം, ശരീരത്തിലെ സോറിയാസിസും ഹാർട്ട് അറ്റാക്കും ലിവർ സോറിയസിസ് മാറുന്ന കാര്യമാകാം. എന്നാൽ ഇന്ന് പകൽ യേശു മനസ്സലിയുവാനുണ്ട്. കാരണം ലൂക്കോസ് 6:35 പറയുന്നു, പിതാവായ ദൈവം മനസ്സലിയുന്നവനാണ്. അവൻ ദൈവസന്നിധി സ്തോത്രം ചെയ്യട്ടെ. ദൈവം മനസ്സലിയുന്നവനാണ്. ഇന്ന് പകൽക്കാലം ആ വാഗ്ദത്തം നിങ്ങൾ ഏറ്റെടുക്കുക. യേശു മനസ്സലിയുന്നവനാണ്. ആമേൻ. നമ്മുടെ പിതാവ് ആരാണ്? മനസ്സലിയുന്നവനാണ്. യേശു മനസ്സലിഞ്ഞ 2 കാര്യങ്ങൾ വേദപുസ്തകത്തിൽ ധാരാളം കാര്യങ്ങൾ യേശു മനസ്സലിഞ്ഞതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. യേശു മാത്രമല്ല, പിതാവാൻ ദൈവവും മനസ്സലിഞ്ഞിട്ടുണ്ട്.
അതിനെക്കുറിച്ചൊക്കെ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം 36-ാം വാക്യത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന അങ്ങനെ തന്നെയാണ്. എന്താണ് എഴുതിയത്? നിങ്ങളും അങ്ങനെ തന്നെ മനസ്സലിയുന്നവരാകുവീൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ പിതാവ് മനസ്സലിയുന്നവനാകൊണ്ട് നിങ്ങളും മനസ്സലിയുന്നവരാകുവീൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പം വേദപുസ്തകത്തിൽ ധാരാളം കാര്യങ്ങൾ യേശു മനസ്സലിഞ്ഞതിനെക്കുറിച്ചും മനസ്സലിഞ്ഞ നിമിത്തമുള്ള വിടുതലിനെക്കുറിച്ചും എഴുതി തിട്ടപ്പെടുത്തണമെങ്കിൽ ധാരാളം വാക്യങ്ങൾ വായിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ സാഹചര്യം വെച്ചുകൊണ്ട് 1-2 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ച് പ്രാർത്ഥിക്കാം. അത് ലൂക്കോസ് സുവിശേഷത്തിൽ തന്നെയാണ്. 10-ാം അധ്യായം 33-ാമത്തെ വാക്യമാണ്. ലൂക്കോസ് 10-ാം അധ്യായം 33-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ശമര്യക്കാരനോ വഴി പോകയിൽ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് ശമര്യക്കാരനോ വഴി പോകയിൽ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഒരു ശമര്യക്കാരനെ കുറിച്ച് കാണുന്നുണ്ട്. മനസ്സലിയുന്ന ശമര്യക്കാരൻ. അതിൻ്റെ 31-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിക്കാമെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. അവർ എഴുതിയിരിക്കുന്നത്, ആ വഴിയായി യാദൃച്ഛ ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് 30-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 30-ാമത്തെ വാക്യം മുതൽ. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുന്ന വഴിയിൽ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട് എന്താ സംഭവിച്ചേ? കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട് അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി വിട്ടേച്ചു പോയി. കള്ളൻ വന്നത് എന്തിനാ? അറുക്കുവാനും മുടിക്കുവാനുമാണ്. കള്ളൻ മോഷ്ടിപ്പാൻ വരുന്നതാണ്. ഒരു മനുഷ്യൻ എരിഹോവിൽ നിന്നും എരിഹോവിലേക്ക് പോകുന്ന വഴിയിൽ അവനെ എന്ത് ചെയ്തു? കള്ളന്മാർ ആക്രമിക്കപ്പെട്ട് അവനെ അർത്ഥനർത്ഥനാക്കി അവൻ്റെ ശരീരത്തെ മുറിവേൽപ്പിച്ച് അവനെ ഇട്ടിട്ട് പോയി. അവൻ്റെ കയ്യിലുള്ളതെല്ലാം അവർ എടുത്തു കൊണ്ടുപോയി എന്ന് വേണം നമുക്ക് ഒന്നുകൂടെ കൂട്ടിച്ചേർക്കാം. അപ്പൊ കള്ളൻ വന്നത് മോഷ്ടിക്കാൻ വേണ്ടിയാ. അങ്ങനെ കിടക്കുന്ന അർത്ഥനർത്ഥനായി മുറിവേറ്റവനായി വഴിയരികിൽ കിടക്കുമ്പോൾ അടുത്ത വാക്യം, ആ വഴിയായി യാദൃശ്യ ഒരു പുരോഹിതൻ വന്നു. അടുത്ത വാക്യം, അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തൂടെ എത്തി. നോക്കുക, ഇവർ രണ്ടുപേരും ഇത് കണ്ടിട്ട് എന്തോ ചെയ്തു? പുരോഹിതൻ കണ്ടിട്ട് മാറി അങ്ങ് പോയി. സ്തോത്രം. ചിലരൊക്കെ മാറിപ്പോയില്ലേ? 2024 കഴിഞ്ഞ വർഷം ചിലതൊക്കെ നമ്മുടെ മുമ്പിൽ മാറിപ്പോയില്ലേ? നമ്മൾ കിടന്ന സാഹചര്യത്തിൽ നമ്മളെ കാണേണ്ടവരും ആശ്വസിപ്പിക്കേണ്ടവരും കരുതേണ്ടവരുമായ ആളുകൾ പലരും മാറിപ്പോയ വർഷമല്ലേ കഴിഞ്ഞ വർഷം? എന്നാൽ എനിക്ക് നിനക്ക് വേണ്ടി ഒരു ശമര്യക്കാരനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നുണ്ട്. എനിക്ക് നിനക്ക് വേണ്ടി കരുതുവാൻ ഒരു മനുഷ്യൻ ദൈവം എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഒരു ലേവ്യനും ഒരു പുരോഹിതനും ഈ അർത്ഥനർത്ഥനായി കിടക്കുന്ന ഈ ശരീരം മുഴുവനും മുറിഞ്ഞ് കിടക്കുന്ന ഈ മനുഷ്യനെ കണ്ടിട്ട് കാണാതെ പോകുകയാ. ആമേൻ. എന്നാൽ അവിടെ വായിക്കുന്നത് അടുത്ത വാക്യം 33-ാം വാക്യത്തിൽ വായിച്ചത്, ഒരു ശമര്യക്കാരനോ ആ വഴി പോകയാൽ. അപ്പൊ നോക്കിയ പുരോഹിതനും ലേവ്യനും ആ വഴി പോകുമ്പോൾ കണ്ടിട്ട് കാണാതെ പോയപ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് രാവിലെ ദൂത് ഏറ്റെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൂത് പ്രകാശിക്കും. ആ ദൂതിനകത്ത് ദൈവാത്മ പറയുകയാ, പലരും കണ്ടിട്ട് കാണാതെ പോയപ്പോൾ ഹല്ലേലൂയ നിങ്ങൾ ആഗ്രഹിച്ചു ഇന്ന ആള് എന്നെ സഹായിക്കും, ഇന്ന ആള് വഴി എൻ്റെ കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടും. പക്ഷെ അവരൊക്കെ മാറി കണ്ടിട്ട് കാണാതെ പോയപ്പോൾ ഒരു യാദൃശ്യ ഒരു ശമര്യക്കാരൻ ആ വഴി വരികയാ. ഹല്ലേലൂയ. ആരുമില്ലെന്ന് പറയരുത്, ആരും കണ്ടില്ലെന്ന് പറയരുത്, നിനക്കാരുമില്ല എന്ന് നീ പറയരുത്. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി കരുതുവാൻ, നിന്നെ എണ്ണ പൂശുവാൻ, നിന്റെ മുറിവ് കെട്ടുവാൻ, നിന്നെ വഴി അമ്പലത്തിൽ കൊണ്ട് കൊടുക്കുവാൻ, നിനക്ക് വേണ്ട ട്രീറ്റ്മെന്റ് നടത്തുവാൻ, നിന്റെ സാഹചര്യങ്ങൾക്ക് നീക്കുപോക്ക് വരുത്തുവാൻ, നിന്റെ കുടുംബത്തെ പരിപാലിക്കുവാൻ ഒരു ശമര്യക്കാരൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. 2024 പലരും നിന്നെ കാണാതെ
പോയപ്പോൾ, ആരും നിന്നെ മൈൻഡ് ചെയ്യാതിരുന്നപ്പോൾ, അറിഞ്ഞിട്ടും അറിയാതെ ഇരുന്നപ്പോൾ, ഹല്ലേലൂയ, നല്ല ശമര്യക്കാരനായ യേശു നമ്മെ ഈ വർഷം കാണുകയാ. നമ്മുടെ മുറിവുകളെ അവൻ കെട്ടു, ദാരിദ്ര്യത്തെ എടുത്തു മാറ്റു, അവനെ എണ്ണ പൂശു, വീഞ്ഞു പകരും, ആമേ മുറിവുണക്കും, ആമേനും നമ്മുടെ വിശപ്പ് മാറ്റു, ദാഹം മാറ്റു, നമ്മുടെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തു. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് ആരാധന കൊടുക്കുക. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ശക്തിയോടെ ദൂത് വിളിച്ചു പറയുകയാ, മുറിവ് കെട്ടുന്നൊരു ദൈവമുണ്ട്, എണ്ണ പകരുന്നൊരു ദൈവമുണ്ട്, വീഞ്ഞു തരുന്നൊരു ദൈവമുണ്ട്, വഴിയമ്പലത്തിൽ കൊണ്ട് കൊടുക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്നും അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പ്രവൃത്തിയ മനസ്സലിയുക എന്ന് പറയുന്നത്. ഒരു പുരോഹിതനും ലേവ്യനും ഈ അർദ്ധനഗ്നനായി കിടക്കുന്ന വ്യക്തിയെ, മുറിവേറ്റ വ്യക്തിയെ കണ്ടിട്ട് മിണ്ടാതെ പോയപ്പോൾ ശമര്യക്കാരൻ എന്തു ചെയ്തു? കണ്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, മനസ്സ് അലിഞ്ഞു. സ്തോത്ര. ഒരു ശമര്യക്കാരൻ മനസ്സലിഞ്ഞു. അവനത് കണ്ട് ആമേ പോയി എന്നല്ല എഴുതിയിരിക്കുന്നത്, കാലുകൊണ്ട് തട്ടിയിട്ട് പോയെന്നല്ല എഴുതിയിരിക്കുന്നത്. പുരോഹിതൻ പോയതുപോലെ, ലേവ്യൻ പോയതുപോലെ ഈ ശമര്യക്കാരന് പോകാൻ പറ്റത്തില്ല. കാരണം അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ആമേൻ. ഒരു ശമര്യക്കാരൻ നമുക്കുണ്ട്. ആരാ ശമര്യക്കാരൻ? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ആ വാക്യം നിങ്ങൾ നോക്കിക്കേ. ശമര്യക്കാരൻ്റെ പ്രത്യേകത എന്താ? ശമര്യക്കാരെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, ഹല്ലേലൂയ, 9-ാം അധ്യായം 4-ാം അധ്യായം 9-ാം വാക്യം. ശമര്യ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമര്യക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. നീ യഹൂദനായിരിക്കെ ശമര്യക്കാരത്തിയായ സ്ത്രീയോട് കുടിപ്പാൻ ചോദിക്കുന്നത് എന്തേ എന്ന് ചോദിച്ചു. യേശു കർത്താവ് ആമ വെയിലാറിയ സമയത്ത് ശമര്യ പട്ടണത്തിൽ ഇരുന്നു കൊണ്ട് ഒരു കിണറിൻ്റെ വക്കത്തിരിക്കുമ്പോൾ ആ പട്ടണത്തിൽ ഒരു സ്ത്രീ ആമ പാത്രവുമായി വെള്ളം കോരുവാൻ കടന്നു വരികയാണ്. എന്നാൽ യേശു കർത്താവ് വെള്ളം കോരുന്ന സ്ത്രീയെ കണ്ടിട്ട് വെള്ളം കുടിപ്പാൻ ചോദിച്ചപ്പോൾ ആ സ്ത്രീക്ക് മനസ്സിലായി, ഇവൻ സാധാരണക്കാരനല്ല, യഹൂദനാണ്. കാരണം യഹൂദനെ കണ്ടാൽ തിരിച്ചറിയുക, ഒരു ദൈവവേദനെ കണ്ടാൽ തിരിച്ചറിയുക. ഇന്ന് പകൽക്കാലം ഞാനും നീ ദൈവവേദിലാണെങ്കിൽ സമൂഹത്തിൽ നമുക്കൊരു വേർപാടുണ്ട്, നമുക്കൊരു പ്രത്യേകതയുണ്ട്, നമുക്കൊരു വ്യത്യസ്തതയുണ്ട്. നമ്മെ കണ്ടാൽ തിരിച്ചറിയുക. ഈ സഹോദരി പറയുക, അവൾ പാപിയായ ഒരു സ്ത്രീയാണ്. അവിടെ പശ്ചാത്തലം ഒന്നും പറയാൻ ഇന്ന് അവർക്ക് സമയമില്ല. അവൾ പറയുകയാണ്, നീ ഒരു യഹൂദനായിരിക്കെ ശമര്യക്കാരിയായ സ്ത്രീയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എന്ത്? അടുത്തത് കാരണം താഴോട്ട് കാണുന്നുണ്ട്, യഹൂദന്മാർക്കും ശമര്യക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല. അവിടെ ആ കാലഘട്ടത്തിൽ എന്തില്ല? സമ്പർക്കമില്ല. സ്തോത്രം. യഹൂദന്മാർക്കും ശമര്യക്കാർക്കും ആ കാലഘട്ടത്തിൽ എന്തില്ല? സമ്പർക്കമില്ല. സമ്പർക്കമില്ലാതിരിക്കുന്ന, പോക്കുവരവില്ലാതിരിക്കുന്ന, ആമേൻ, നമ്മുടെ നാട്ടിലെ പോലെ തൊട്ടിലും തൊടിയിലുമായിരിക്കുന്ന അവസ്ഥയിൽ എന്ന ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി പറയുകയാണ്. ഒരു ശമര്യ സ്ത്രീയുടെ അടുക്കൽ യേശു ചെല്ലുകയാണ്. യേശു വന്നത് സർവ്വജനത്തിൻ്റെയും വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. യേശു വന്ന് സകല ജനത്തിൻ്റെയും മനസ്സാന്തത്തിനും മാനവജാതിയുടെ വിടുതലിന് വേണ്ടിയാണ്. ഇവള് ചോദിക്കുക, നീ ഒരു യഹൂദനായിരിക്കെ ശമര്യ സ്ത്രീയായി എന്നോട് വെള്ളം ചോദിക്കുന്നെന്താ? കാരണം യഹൂദനും ശമര്യയും തമ്മിൽ അന്ന് എന്തില്ല? സമ്പർക്കമില്ലാത്ത ഒരു കാലഘട്ടമാണ്. എന്നാൽ റോമാലേഖനം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, യഹൂദനും ശമര്യക്കും തമ്മിൽ സമ്പർക്കമില്ലെങ്കിൽ യേശു കർത്താവ് അവരോട് വെള്ളം ചോദിക്കാൻ കാര്യം റോമാലേഖനം 5-6 നമുക്ക് കാണാൻ കഴിയും. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. വേഗത്തിൽ വായിച്ചേ. നാം ബലഹീനൻ ആയിരിക്കുമ്പോൾ തന്നെ, ശ്രദ്ധിക്കണേ, നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ. ഈ സഹോദരി ചോദിച്ചില്ലേ, നീ യഹൂദനായിരിക്കുന്നു, ഞാൻ ആരാണ്? ഒരു ശമര്യ സ്ത്രീ ആയിരിക്കുന്നു, എന്നോട് എന്തിനാ വെള്ളം ചോദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ യേശു കർത്താവിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ വായിക്കുക, നാം ബലഹീനൻ ആയിരിക്കുമ്പോൾ തന്നെ. അപ്പോൾ ശമര്യ സ്ത്രീ ആരാ? യേശുവിൻ്റെ മുമ്പിൽ ബലഹീന സ്ത്രീയാണ്. ഹല്ലേലൂയ.
സമ്പർക്കമില്ലാത്ത ഒരു വംശമാണ്, ബലഹീന സ്ത്രീയാണ്. പക്ഷെ പൗലോസ് പറയുക, നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ, ഒരിക്കൽ കൂടെ പറയാ, നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി എന്ത് ചെയ്തു? ശമരിയ സ്ത്രീയെ, നീ ഒന്ന് തിരിച്ചറിയണം, ക്രിസ്തു മരിച്ചത് യഹൂദന് വേണ്ടിയല്ല. ക്രിസ്തു മരിച്ചത് ഒരു പ്രത്യേക കുലത്തിന് വേണ്ടി, ജാതി മതത്തിന് വേണ്ടിയല്ല യേശു മരിച്ചത്. ക്രിസ്തു മരിച്ചത് അഭക്തർക്കു വേണ്ടിയാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബലഹീനതകളെ നികത്തുവാൻ ക്രിസ്തു അഭക്തർക്കു വേണ്ടി മരിച്ചെങ്കിൽ, ഇന്ന് പകൽക്കാലം മനസ്സലിയുന്ന ദൈവത്തിന്റെ പ്രത്യേകതയാണ്, നാം മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി, അഭക്തരായിരുന്ന നമുക്ക് വേണ്ടി, ഹല്ലേലൂയ, സമ്പർക്കമില്ലാത്ത ജാതിയായി കിടന്ന എനിക്കും നിനക്കു വേണ്ടി യേശു മരിച്ചത് കൊണ്ട് ഈ സന്തോഷം നാം അനുഭവിക്കുന്നത്. ആമേൻ. ദൈവത്തിന്റെ കരമുയർത്തി സ്തോത്രം ചെയ്യുക. അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും ദൈവകൃപയോടും കൂടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ദൂത് പറയാം. യേശു മനസ്സലിഞ്ഞ കാരണം ക്രിസ്തു അഭക്തർക്കു വേണ്ടി മരിക്കുന്നവനും കൊണ്ടാണ്. ഹല്ലേലൂയ. യഹൂദനും ശമരിയൻ തമ്മിൽ സമ്പർക്കമില്ലാതെ ഇരിക്കുമ്പോൾ അതിൻ്റെ വേർപാടിൻ്റെ ചുവര് ഇടിച്ചു കളയാൻ യേശു അഭക്തർക്കു വേണ്ടി മരിച്ചെങ്കിൽ, ഇന്ന് പകൽ നമുക്ക് വേണ്ടി മരിച്ച നല്ല കർത്താവിനെ കരമുയർത്തി സ്തോത്രം ചെയ്യുക. അവൻ മനസ്സലിയുന്നവനാണ്, അവൻ നമ്മുടെ സ്ഥിതി മാറ്റുന്നവനാണ്, അവൻ നമ്മുടെ അവസ്ഥ മാറ്റുന്നവനാണ്, അവൻ നമ്മുടെ സാഹചര്യങ്ങൾക്ക് നീക്കുപോക്ക് വരുത്തുന്നവനാണ്. അവൻ നമ്മെ തകർച്ചയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കില്ല, അവൻ നമ്മെ മുടിച്ചു കളയാൻ അനുവദിക്കില്ല. എൻ്റെ ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമാണെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പാട്ടുപാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം.